നമ്മുടെ ജാമിഅ അൽ ഹിന്ദ് എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷയാണ്. 100-200ഓളം വരുന്ന ഹിക്മികളെ വാർത്തെടുത്ത് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രബോധന മേഖലകളിൽ ഇന്ത്യക്കകത്തും പുറത്തും അവരുടേതായ സേവനങ്ങൾ അവർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്കൂൾ ഓഫ് ഖുർആനുണ്ട്, വ്യത്യസ്തങ്ങളായ പദ്ധതികളുണ്ട്, വയോജന വിദ്യാഭ്യാസങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ ഒട്ടേറെ ദീനീ പ്രചരണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആത്മാർത്ഥമായ കരങ്ങളുടെ ചലനങ്ങൾക്ക് കരുത്തു പകരുവാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് സാധിക്കണം. നമ്മുടെ വരുമാനങ്ങളിൽ നിന്ന് മാസാന്തം ഒരു വിഹിതം ഈ ജാമിഅക്ക് അത്യാവശ്യമാണ്. നിങ്ങൾക്കറിയാമോ, അവരുടേതായ ഓരോ ചെറിയ ശമ്പളക്കാരൻ്റെ ചെറിയ ശമ്പളത്തിൻ്റെ പലരും ഈ ജാമിഅ കണ്ടിട്ട് പോലുമില്ല. കാണാത്ത ജാമിഅയുടെ സന്താനങ്ങളെ അവർ പരിചയപ്പെടുന്നുണ്ട്. പ്രബോധന മേഖലയിലൂടെ ആ സ്വപ്നത്തോടുകൂടെയാണ് അവർ ആ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാമിഅയുടെ റിസീവർമാരായി ഈ സ്ഥാപനത്തിൻ്റെ ഉസ്താദുമാര് ജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അവരുടെ കൈ നിറയെ ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് നല്ലൊരു വിഹിതം കൊടുത്താലേ ജാമിഅ മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ജാമിഅക്ക് നിശ്ചിതമായ വരുമാന സമ്പത്തിൻ്റെ സ്രോതസ്സുകളൊന്നും തന്നെ ഇല്ല. അത്തരത്തിലുള്ള കെട്ടിടങ്ങളോ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ നമുക്കില്ല. റഹ്മാനായ റബ്ബിന് ഇഷ്ടമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത് മായം ചേർക്കാൻ അനുവദിക്കാതെ വ്യക്തവും സ്പഷ്ടവുമായ നിലക്ക് സമൂഹത്തിന് ആവശ്യമായ കാലഘട്ടങ്ങളിൽ ഇടപെടേണ്ട ഇടങ്ങളിലൊക്കെ ഏതൊക്കെ മേഖലകളിലൂടെയാണ് ഇടപെടേണ്ടതെങ്കിൽ അത്തരത്തിലുള്ള മാർഗങ്ങൾക്കൊന്നും തടസ്സം വരാത്ത നിലക്ക് തന്നെ ഒന്നിലും അമാന്തം കാണിച്ചു പിന്നോട്ട് പോകാതെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കുവാൻ ഈ സ്ഥാപനവും അതിൻ്റെ ഉസ്താദുമാരും ബന്ധപ്പെട്ടവരും കൃത്യമായ ചരട് വലിക്കുന്നതിൽ പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള മുതൽ കൂട്ടാക്കി ഈ സ്ഥാപനം കൂടുതൽ വളരുവാൻ ആവശ്യമായ നിലക്കുള്ള സഹായങ്ങളും കരുത്തുകളും ഈ സമൂഹം നൽകേണ്ടതുണ്ട്. ആ രൂപത്തിൽ ഈ ജാമിഅയെ നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് സമൂഹത്തോട് എന്നോടെന്ന പോലെ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്.